ഹലോ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു പേരക്ക വെച്ചിട്ടുള്ള ഹൽവയാണ് ഞാൻ തയ്യാറാക്കുന്നത്. കണ്ട, ഇത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായ പേരക്കയാണേ. 3 പേരക്ക ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി ഇതെല്ലാം ചെത്തി റെഡിയാക്കി. അതിന് വേണ്ടി കുറച്ച് മൈദ, കുറച്ച് അരിപ്പൊടി, കുറച്ച് പാല്, വെല്ലം, പിന്നെ ഏലക്കായൻ്റെ പൊടി. ഇതാ, പിന്നെ അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണോ ഹൽവ റെഡിയാക്കി വെക്കുന്നുണ്ട് അതിന് ഇതാ എല്ലാം ഒന്ന് പൊടിച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാനത് ആക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് എടുക്കണം. ഇതിന് പിന്നെ വെല്ലം ഉരുക്കണം. വെല്ലം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, പഞ്ചസാരയല്ല, വെല്ലം. അപ്പോൾ ഇതിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതേപോലെ പേരക്കയെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് വേണം ഇതെല്ലാം റെഡിയാക്കി എടുക്കാൻ. കണ്ട, ഇതേപോലെ നമുക്ക് എടുക്കണം. ഈ 3 പേരയ്ക്ക് ഇതേപോലെ ആക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ ഇതെല്ലാം ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് വന്നിട്ട് കാണിച്ചു തരാം. അതിനാൽ ഇതെല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്യുന്നവരെയും കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മടുപ്പ് വരില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം ആക്കിയിട്ട് കാണിച്ചു തരാം. ഇത്രയും ഞാൻ ആക്കിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇതേപോലെ എല്ലാം ഞാൻ ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ 3 പേരയ്ക്കും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, കുരുവൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതാ, കുരുവെല്ലാം അങ്ങനെ ഉണ്ട്. കണ്ട, കുരുവൊന്നും എടുക്കാൻ തന്നിട്ടില്ല. ഇതാ, കുരുവിനെ ഞാൻ മാറ്റിയില്ല. പിന്നെ കുരുവും കൂടി ആയി കഴിഞ്ഞാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കില്ലേ. കുരു ഇടക്കിടക്ക് കടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഒരു പാനിലിട്ടിട്ട് ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് ഗ്യാസിൽ വെക്കാം. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക്. അത് അവിടുന്ന് വേവട്ടെ. വെന്തതിൻ്റെ ശേഷം നമുക്ക് കാണാം. വെന്തതിൻ്റെ ശേഷം അതിനെ തണിയാൻ വെക്കണം. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ഈ വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ പേരക്ക എന്തായാലും നോക്കാം. ഒന്ന് ഇളക്കി വെക്കട്ടെ. ഒന്നും കൂടി അടയാളിച്ച് വെക്കാം. ഒരിക്കലും കൂടി നല്ലോണം വെന്ത് വെക്കാം. എന്നിട്ട് തനിയാൻ വെക്കാം. അപ്പോൾ ഇതാ ഗൈസ്, ഇത് വെന്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇനി നമുക്കിത് തണിയാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തണിഞ്ഞതിൻ്റെ ശേഷം ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് വേണം ഇതാക്കാൻ. അപ്പം നമ്മളെ വെല്ലം ഇവിടെ ഉരുകിയിട്ട് റെഡിയാവുന്നുണ്ട്. തണിയ ഞാനിവിടെ ആക്കിയിട്ടുണ്ട്. പ്ലേറ്റിൽ തണിയാനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി തണിയട്ടെ, എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് തണിഞ്ഞിട്ടുണ്ട്. ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇത് അരച്ചെടുക്കുന്നുണ്ട്.
ഈ പേരക്കേന, വേവിച്ച പേരക്കേന ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം അരിഞ്ഞ് കിട്ടാൻ കുറച്ച് പാലും കൂടി ഒഴിക്കുന്നുണ്ട്. കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്, ഒരുപാട് ഒഴിക്കുന്നില്ല, കുറച്ചൊന്ന് അരിഞ്ഞ് കിട്ടാൻ. എന്നിട്ട് ഞാനിത് അരച്ചെടുത്തിട്ട് വരുന്നു. അപ്പോൾ ഞാനിതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ അഥവാ കുരുവെങ്ങാനും ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ ആക്കുമ്പോൾ വീണിട്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമുക്ക് അരിച്ചെടുക്കണം. കുരു ഉണ്ടെങ്കിൽ ഈ അരിപ്പയിലൂടെ കുരു വീഴാണ്ട് ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. കുരുവൊന്നും ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല. കുരുവിനെ ഞാൻ ഒഴിവാക്കിയിനി, എന്നാലും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഓക്കെ. അപ്പം അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ കുരു 2-3 ചെറിയ കുഞ്ഞു ഉണ്ട്, അത്രയേ ഉള്ളൂ. ഒരുപാടൊന്നും വീണിട്ടില്ല. ഞാൻ കുരു എടുക്കാത്തത് കൊണ്ട് അധികം വീണിട്ടില്ല. അഥവാ ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ അയച്ചതാണ്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കാം. വെല്ലം ഇരിക്കേണ്ട അകത്താണല്ലോ ഞാൻ ഇതെല്ലാം ആക്കിയത്. ഇനി നമുക്ക് മൈദയും കുറച്ച് അരിപ്പൊടിയും ഒന്ന് പാലിൽ കലക്കിയിട്ട് വെക്കണം. ഇത് അടുപ്പ് കത്തിക്കാണ്ട് തന്നെ ഇവിടെ വെക്കുന്നുണ്ട്, പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിനെ ഒന്ന് പാലിൽ കലക്കിയെടുക്കാം. അതിന് വേണ്ടി ഇത്ര ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിപ്പൊടി എടുക്കട്ടെ. കുറച്ച് ഇത്ര അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി മിക്സ് ആക്കുക. എന്നിട്ട് നമുക്ക് പാലിൽ കലക്കിയെടുക്കാം. കട്ടയൊന്നുമില്ലാണ്ട് കലക്കിയെടുക്കണം. അപ്പം ഞാൻ പാൽ ഒഴിക്കുന്നുണ്ട്. കട്ടയില്ലാണ്ട് കലക്കിയെടുക്കാം നമുക്ക്. കുറച്ചുകൂടി പാൽ ഒഴിക്കട്ടെ. അപ്പോൾ ഈ പാല് മുഴുവനും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് കലക്കിയെടുക്കാം. നല്ല വെള്ളം പോലെ അരച്ചെടുക്കണം. അതെ, ഇതിൽനിന്നാവാത്തത് കൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നതാണ്. ഇതിൽനിന്ന് ഇളക്കിയിട്ട് ശരിയാവുന്നില്ല എനിക്ക്, അതുകൊണ്ട് ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് നല്ലോണം ഉടച്ചെടുക്കാം. ഇപ്പം നല്ല അടിപൊളിയായിട്ട് വലിയ പാത്രമായി കഴിഞ്ഞാൽ എല്ലാം കലങ്ങി വന്നു. കണ്ട, ഒരു കട്ടയൊന്നും ഇല്ലാണ്ട് ഇതാ വെള്ളം പോലെ കിട്ടിയില്ലേ. അങ്ങനെയാക്കി വെക്കണം. ഇല്ലേ കട്ടയായി കഴിഞ്ഞാൽ പിന്നെ ശരിയാവും. ഇപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടി. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് വെക്കുന്നുണ്ടേ. അപ്പോൾ ഇനി നമുക്കിത് ചെറുങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം.
കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഞാൻ കലക്കി വെച്ച കൂട്ടുണ്ടല്ലോ, നമ്മളെ മൈദി അരിപ്പൊടിയും അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇളം ചൂടാകുമ്പോൾ, അപ്പോൾ ഇളം ചൂടാവട്ടെ. അപ്പോൾ ഇത് ഇളം ചൂടായിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി നല്ലോണം ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അന്നേരം അടിക്ക് പിടിക്കും. അപ്പം ഇനി അധികം തീ കൂട്ടി വെക്കാണ്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് കുറച്ച് വെച്ചിട്ടാണുള്ളത്, എന്നിട്ടാണ് ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം ഇനി അങ്ങനെ കുറുകി വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നടക്കട്ടെ. ഇനി പിന്നെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നെയ്യ് ഒഴിച്ച് എന്നിട്ട് നല്ല കണ്ടീഷനായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കുറുകി വരുന്നുണ്ട്. അങ്ങനെ കുറുകി വരട്ടെ. അന്നേരം നമുക്ക് വീണ്ടും കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ ഞാൻ ഒരു വലിയ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലേശം, ഒരുപാടൊന്നുമില്ല, ഒന്ന് ലേശം. പിന്നെ നമുക്ക് ഏലക്കായിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാൻ. തീ കൂട്ടാൻ പാടില്ല, അപ്പോൾ എല്ലാം കരിഞ്ഞു പോകും. കുറുകി വരുന്നുണ്ട്. അപ്പം ഞാൻ ഏലക്കായിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണിത്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറുകി വരുന്നുണ്ട്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യട്ടെ. അപ്പോൾ കുറുകിയതിൻ്റെ ശേഷം നമുക്ക് കാണാം. കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ ഇട്ടതിൻ്റെ ബാക്കിയാണിത്. പാത്രത്തിൽ ഞാൻ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിയാണെന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടിക്കൽ ഒഴിച്ചാൽ മതി. എന്നിട്ടെല്ലാം ഒന്നും കൂടി ഞാൻ ഇളക്കട്ടെ. കുറുകി വരുന്നുണ്ട്. അതാണിപ്പോൾ നെയ്യാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇന്ന് വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നെയ്യ് ഒഴിച്ച് വെക്കുക. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. കണ്ടോ, ഇതേപോലെ വന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടും നമുക്ക്. കണ്ടോ, അങ്ങനെ ഉരുണ്ട് വരും. അപ്പോൾ ഇതാ ലാസ്റ്റ് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇതായിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് വാങ്ങാം.
വിട്ട് വിട്ട് വരുന്നുണ്ട് കണ്ട. ഏകദേശം ആയിപ്പൊടി വാങ്ങാനുള്ള അപ്പോൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഇതാ ഗൈസ് പേപ്പ കൊണ്ടുണ്ടാക്കിയ ഹലുവ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരുപാട് ലെങ്തായി പോകുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടുന്നൊന്നും കാണിക്കാണ്ടിരുന്നത്. ഇതാ 2 എണ്ണത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് ആറിക്കഴിഞ്ഞാകുമ്പോൾ ഇതെടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.